നമസ്കാരം. ജീവിതത്തിൽ വെളിച്ചം തേടുന്ന ഓരോ സഹോദരി സഹോദരന്മാർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് കാലമായി കാത്തിരിക്കുകയായിരുന്നു. അതായത് കഷ്ടപ്പാടുകളുടെയും കടബാധ്യതകളുടെയും ദുരിതങ്ങളുടെയും കൈപ്പേറിയ കാലം മാറി എല്ലാം ഒന്ന് അവസാനിച്ച് ഭാഗ്യം വന്നു ചേരുമോ എന്ന ചിന്തയുമായിട്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ ഈ ജ്യോതിഷ പ്രവചനവുമായി വന്നിരിക്കുന്നത്. ഇത് കാലം നിങ്ങൾക്കായി കരുതി വെച്ച ഒരു മഹത്തായ പ്രഖ്യാപനമാകുന്നു. അതായത് പുതുവർഷം 2026 ഈ വർഷം ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്നത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സുവർണ യുഗപ്പിറവിയുടെ പേരിലായിരിക്കും. അത്രത്തോളം ഭാഗ്യദായകമായ ഒരു വർഷമാണ് വരാൻ പോകുന്ന 2026. വ്യാഴത്തിന്റെയും ശുക്രന്റെയും സൂര്യന്റെയും അതിശക്തമായ ഗോചര ഫലങ്ങൾ ചേർന്ന് നിങ്ങളുടെ ഭാഗ്യരേഖയിലേക്ക് മഹാസൗഭാഗ്യത്തിന്റെ ഒരു പ്രവാഹം തന്നെ തുറന്നുവിടാൻ പോവുകയാണ്. കഴിഞ്ഞുപോയ ദുരിതകാലങ്ങൾ ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോവുകയും സ്വപ്നങ്ങൾ സഫലമാവുകയും കടങ്ങളൊക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതൊക്കെ യാഥാർത്ഥ്യമാകുന്നതാണ്, ഉറപ്പായും വിശ്വസിക്കുക. അപ്പോൾ ആരാണ് ആ 10 നക്ഷത്രക്കാർ എന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അവരെ കാത്തിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ചെയ്യേണ്ടതായ ശക്തിയേറിയ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഒരടി പോലും മാറ്റിവെക്കാതെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിനകത്തൊരു വളരെ വലിയ മാറ്റം വരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് തരുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാൻ പോകുന്ന വിവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റും രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരെ, നിങ്ങൾ ഒരു കുതിരപ്പടയുടെ ശക്തിയുമായി മുന്നോട്ട് കുതിക്കാനുള്ള സമയമാണ് വരുന്ന 2026. സാമ്പത്തിക കാര്യങ്ങളിൽ ഇനി ഒരു തരം വിട്ടുവീഴ്ചകളും ഉണ്ടാവുകയില്ല. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച കീഴടക്കാൻ സാധിക്കും. പുതിയ ജോലികളൊക്കെ നിങ്ങളെ തേടിയെത്തും. ധനപരമായും നിങ്ങൾക്ക് വൻ ലാഭം വന്നു ചേരുന്ന സമയമാണ് 2026. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുക. കൂടാതെ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീർക്കാൻ ഈ ദീപത്തിൽ നോക്കി പ്രാർത്ഥിക്കുക. അതായത് ദീപം കത്തിക്കുന്ന വേളയിൽ അതിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് ഭഗവാൻ സുബ്രഹ്മണ്യനോട് അപേക്ഷിക്കുക. എല്ലാവിധ ദുഃഖങ്ങളും മാറും. അതിലുപരി തന്നെ ഭാഗ്യം അനുകൂലമാകുന്ന ഒരു വർഷമായതിനാൽ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 12 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാനും സാധിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടതകൾക്ക് നിങ്ങൾ അർഹിക്കുന്ന പ്രതിഫലവുമായിട്ടാണ് 2026 കടന്നു വരുന്നത്. ഇത് വെറും ഒരു പ്രവചനമായി കാണേണ്ട, എഴുതി വെച്ചോളൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കും. വിവാഹം, വീട് നിർമ്മാണം, കടം തീർക്കൽ, ഈ 3 സ്വപ്നങ്ങൾ പ്രധാനമായും യാഥാർത്ഥ്യമാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിദേശയാത്രയിലും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അന്നദാനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുന്നതിലൂടെ ഭഗവാന്റെ സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയുടെ ജീവിതത്തിൽ വെളിച്ചം നിറയുന്ന സമയമാണ്. ആരോഗ്യം മെച്ചപ്പെടും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഒടുവിൽ നിങ്ങളുടെ കടബാധ്യതകൾക്ക് ഒരു അറുതി വരുന്ന വർഷം തന്നെയാണ് വരാൻ പോകുന്നത് 2026. മടികൂടാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ വഴിയിൽ സമ്പന്നത മാത്രമാണ് ഇനി വരാൻ പോകുന്നത്. ചെയ്യേണ്ട വഴിപാട് ശിവക്ഷേത്രത്തിൽ കൂവളത്തില സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. ഇനി നാലാമത്തെ നക്ഷത്രം കർക്കിടകൂറുകാരാണ്. പുണർദം പൂയ ആയില്യം വരുന്ന നക്ഷത്രക്കാർക്ക് ചതിയും നഷ്ടങ്ങളും ഒരുപാട് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ 2026 നിങ്ങളുടെ ഒരു പുനർജന്മമാണ്. നഷ്ടപ്പെട്ടതൊക്കെ 10 മടങ്ങായി നിങ്ങളിലേക്ക് തിരികെ എത്തും. പ്രൊഫഷണൽ രംഗത്താണെങ്കിലും അവിശ്വസനീയമായ മാറ്റങ്ങളും മുന്നേറ്റവും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ചെയ്യേണ്ട വഴിപാട് ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുക. ആഗ്രഹിച്ചതൊക്കെ സഫലമാകുന്നതാണ്. അഞ്ചാമത്തെ നക്ഷത്രങ്ങൾ തുലാക്കൂറുകാരാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് നിങ്ങൾ അനുഭവിക്കേണ്ട കഷ്ടതകളൊക്കെയും കഴിയുകയാണ് 2025 കൂടി. നിങ്ങൾ ഇനി എത്താൻ പോകുന്നത് ഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്കാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എന്നേക്കുമായി മാറും. ധനപരമായി നിങ്ങളെ അലട്ടിയിരുന്ന സങ്കടങ്ങൾ തീരും. ചെയ്യേണ്ട വഴിപാട് ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുക. തേങ്ങ ഉടയ്ക്കുക. എല്ലാ വിഘ്നങ്ങളെയും മാറ്റി വിഘ്നേശ്വരൻ നിങ്ങളെ ജീവിതത്തിന്റെ എല്ലാവിധ സമസ്ത മേഖലകളിലും ഭാഗ്യത്തോടു കൂടി ഉയർത്തുന്നതാണ്. അടുത്ത ആറാമത്തെ നക്ഷത്രങ്ങൾ മീനക്കൂറുകാരാണ്. പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ്. ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറും. ആഗ്രഹിച്ച സന്തോഷവും സമാധാനവും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും.
ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക, രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ വളരെയധികം സമാധാനപരമായ ഒരു ജീവിതമാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ഈ 6 പ്രധാന ഭാഗ്യരാശികൾക്ക് പുറമെ മറ്റ് നക്ഷത്രക്കാർക്കും വരാൻ പോകുന്ന 2026 പൊതുവെ ഗുണകരമായ ഒരു വർഷമായിട്ട് തന്നെ വന്നു ചേരും. അതിനുള്ള മഹത്വപൂർണമായ ചില വഴികൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് മഹാമൃത്യുഞ്ജയ മന്ത്രം, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം എന്നിവ ദിവസവും ജപിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാഗ്യം ഇരട്ടിക്കും. അതേപോലെ അരി, പയറ്, എണ്ണ, നാളികേര എന്നിവ ദാനം ചെയ്യുന്നതും ഉത്തമ ഫലം ചെയ്യും. പാവപ്പെട്ടവർക്ക് വെള്ളിയോ വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ പാൽ ഇതൊക്കെ ദാനം ചെയ്യാവുന്നതാണ്. അന്നദാനമാണ് സകല ഭാഗ്യത്തിനും കാരണമാകുന്നത്. അതുകൊണ്ട് ദാനധർമാദികൾ ചെയ്യുന്നത് ഏറ്റവും ഫലവത്താകുന്നതാണ്. കൂടാതെ ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. വീട്ടിലെ ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളും പൂജാ സാമഗ്രികളും ഒക്കെ എപ്പോഴും ശുദ്ധീകരിച്ച് വയ്ക്കുവാനും, അതായത് അലങ്കോലമാക്കി ഇടുകയോ അല്ലെങ്കിൽ അലക്ഷ്യപ്പെടുത്തി ഇടുകയോ വൃത്തിഹീനമാക്കി വെക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. എങ്കിൽ മാത്രമേ ഗൃഹത്തിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരികയുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, 2026 നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൗഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വർഷം തന്നെയാണ്. ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക, ഭാഗ്യം നിങ്ങളെ തേടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതൊരു കമൻ്റായിട്ട് കൂടി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജന്മനക്ഷത്രം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഈ പറഞ്ഞ വഴിപാടുകളൊക്കെയും വളരെയധികം ഫലം മനുഷ്യ ജീവിതത്തിൽ നൽകുന്നതായ വഴിപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇരട്ടി ഫലം നിങ്ങളിലേക്ക് എത്തിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാൻ. 2026 പൊതുഫലമാണ് പറഞ്ഞത്. ഈ നക്ഷത്രക്കാർക്ക് അതിനു മുന്നേയുള്ള സമയങ്ങൾ അനുഭവിച്ച സകലവിധ ദോഷങ്ങളും ദുരിതങ്ങളും മാറി ഭാഗ്യം തെളിയും. ഉറച്ചു വിശ്വസിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോകൂ.